2 ദിവസമായിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. 2 ദിവസം എന്നല്ല 2 മാസമായിട്ട് ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ലൈഫ് അപ്ഡേറ്റ് ആണ്. സൂൺ ഞാൻ എന്താന്ന് റിവീൽ ചെയ്യാം. ഈ ഒരു കാര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് ഈ ഒരു സ്റ്റോറി ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇതിനു മുൻപും ഒരു തവണ നമ്മൾ മിസ്റ്റർ ഡിയവയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മോളിലുള്ള ഒരു സ്റ്റോറിലായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ള സ്റ്റോർ ആയിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് പ്രവീണയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കനാട് വലിയ സ്റ്റോർ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും കയറി നോക്കണമല്ലോ. ഒരുപാട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പറഞ്ഞ വാക്ക് ഞാൻ എന്നോട് തന്നെ പാലിച്ചിട്ടുണ്ട്. പ്രോഡക്ട്സ് കുറച്ചധികം ഉണ്ടെങ്കിലും വില ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഐ മീൻ ഞാൻ നോക്കിയെടുത്ത എല്ലാ സാധനത്തിനും 100 രൂപ ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എപ്പോഴാണെന്നറിയോ? ദാ ഈ ഒരു സാധനം കണ്ടപ്പോൾ. ഇതും ഇതിന്റെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബോട്ടിലും ഒരുപാട് ക്രാഫ്റ്റ്സിന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിൻട്രസ്റ്റിലൊക്കെ നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും ഇത് കിട്ടില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് എനിക്കിത് കിട്ടിയത്. ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണിക്കുന്നത് ഒരു ആചാരമാണല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണാം. ബാഗിന്റെ എണ്ണമൊക്കെ കണ്ടിട്ട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചോന്നൊന്നും വിചാരിക്കരുത്. ബാഗാണ് നമ്മൾ വാങ്ങിച്ചത്. 2 ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റ് ബാഗ്സ് ആട്ടോ. പിന്നെ ഒരു പേപ്പർ ത്രെഡ് വാങ്ങിച്ചു, മിനി ക്യൂട്ട് ടീപോട്ട് പ്ലാന്റർ വാങ്ങിച്ചു, വലിയ സ്ക്രഞ്ചീസും ടേപ്പ് ഡിസ്പെൻസറും പിന്നെ ഒരു വിസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും. പിന്നെ 2 മിനി സ്റ്റീൽ ബക്കറ്റും നേരത്തെ കാണിച്ച ആ ഒരു ബോട്ടിൽസും പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഒരു ചോക്ക് പെയിന്റും പിന്നെ ഒരു ഫ്ലവർ വേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുള്ള വീഡിയോസ് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.